മലപ്പുറം ജില്ലയിൽ നമ്മുടെ മലയാള മനോരമയും ബ്രില്യൻ സ്റ്റഡി സെൻ്ററും ചേർന്ന് നടത്തുന്ന മെറിറ്റ് ഡേ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്ന ഒരു പേരൻ്റാണ് കേട്ടോ. അപ്പോൾ ഈ ചേട്ടൻ്റെ ഏറ്റവും ഇളയ മോള് ഇത്തവണത്തെ SSLC പരീക്ഷയിൽ ഫുൾ A+ കരസ്ഥമാക്കി. അപ്പോൾ ആ കുട്ടിക്ക് വേണ്ടിയിട്ട് കുട്ടിക്ക് ഇന്ന് വരാൻ പറ്റാത്തൊരു സാഹചര്യം വന്നതുകൊണ്ട് ചേട്ടനാണെങ്കിൽ മെഡലും അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റും ഒക്കെ മേടിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇവിടെ വെച്ച് ചേട്ടനെ പരിചയപ്പെട്ടപ്പോഴാണ് ഞങ്ങളൊരു കാര്യം അറിഞ്ഞത്. ചേട്ടൻ്റെ 3 മക്കൾ ബ്രില്യൻ സ്റ്റഡി സെൻ്ററിലെ വിദ്യാർത്ഥികളായിരുന്നു. ബ്രില്യൻറ്റിൽ പഠിച്ച അവർ 3 പേരും ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ MBBS പഠിക്കുകയാണ്. അപ്പോൾ 4ാമത്തെ കുട്ടി SSLCയിൽ ഫുൾ A+ കരസ്ഥമാക്കിയത്. അങ്ങനെ എല്ലാം കൊണ്ടും നമ്മുടെ ബ്രില്യൻ ഫാമിലിയായി മാറിയിട്ടുള്ള ഒരു ചേട്ടനാണ്. അപ്പോൾ ചേട്ടനോട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചേട്ടൻ നമ്മളോട് പറഞ്ഞു തരും. സാറിൻ്റെ പേരെന്താണ്? പേര് അബ്ദുൽ ഗഫൂർ. ഞാൻ മലപ്പുറം പാണക്കാട് സ്കൂളിലെ അധ്യാപകനാണ്. എൻ്റെ 4 പെൺകുട്ടികളാണ്. അതിൽ 3 പേരും പാലയിലാണ് പഠിച്ചത്. ഇപ്പോൾ മൂത്ത മകളിപ്പോൾ ഹൗസ് സർജൻസി കഴിഞ്ഞ് ഡോക്ടറായി പുറത്തിറങ്ങി. രണ്ടാമത്തോട് ഇപ്പോൾ സെക്കൻഡ് ഇയർ ആണ്. മൂന്നാമത്തോട് കഴിഞ്ഞ വർഷം നമ്മുടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ MBBS ചേർന്ന് കഴിഞ്ഞു. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ധൈര്യമായിട്ട് നമുക്ക് എപ്പോഴും ഫസ്റ്റായിട്ട് ചോയ്സ് പാല ബ്രില്യൻ്റ് തന്നെ. കാരണം എൻ്റെ 4ാമത്തെ മകളെ ഇപ്പോൾ ഞാൻ കോട്ടക്കലെ പാലയുടെ ട്യൂഷൻ സെൻ്ററിലാണ് ചേർത്തിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് കണ്ണും ചിമ്പി പറയാം, കേരളത്തിൽ ഒരുപാട് കോച്ചിങ് സെൻ്ററുകളുണ്ടെങ്കിലും റിസൾട്ട് പ്രതീക്ഷിച്ചാണോ രക്ഷിതാക്കൾ കുട്ടികളെ മറ്റു സ്ഥലത്ത് കൊണ്ട് ചേർക്കുന്നതെങ്കിൽ അത് പാല ബ്രില്യൻ്റ് തന്നെ. കാരണം എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ ഒരു 10-15 വർഷമായിട്ട് പാലയുമായിട്ട് വളരെ അടുത്ത് ബന്ധപ്പെടുന്ന ഒരു അധ്യാപന നിലക്ക് ഞാൻ 100% തീർത്ത് പറയുന്നു, മക്കളുടെ ഭാവി ഓർത്താണെങ്കിൽ കുട്ടികളെ പാല ബ്രില്യൻ്റിൽ തന്നെ അയക്കുക. കാരണം ഒരു മെഡിക്കൽ സീറ്റാണ് കുട്ടികളുടെ ലക്ഷ്യമെങ്കിൽ അല്ലെങ്കിൽ രക്ഷിതാവിൻ്റെ ആഗ്രഹമെങ്കിൽ പാല ബ്രില്യൻ്റ് തന്നെ ഇന്ത്യയിലെ നമ്പർ 1 ചോയ്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ചേട്ടൻ്റെ മക്കളുടെ പേരും കൂടി നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടൊന്ന് പറയാം. മൂത്ത മകള് ഫഹ്മ ജബീൻ, അവളിപ്പോൾ ഹൗസ് സർജൻസി കഴിഞ്ഞു. എവിടെയാണ്? അവള് കോട്ടക്കൽ ആയുർവേദ കോളേജിലായിരുന്നു. രണ്ടാമത്തോള് ഇപ്പോൾ ഫക്കീമ ജബീൻ, അവൾ വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിലാണ്. മൂന്നാമത്തോള് ഫാക്കിമ ജബിൻ, അവൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ്. 4ാമത്തോള് ഇപ്പോൾ ഫർഹ ജബിൻ, അവൾ 10ാം ക്ലാസ് ഫുൾ A+ കഴിഞ്ഞ് നിൽക്കുന്നതാണ്. ഓക്കെ. ഏറ്റവും ഇളയാളുടെ സ്വപ്നങ്ങൾ എന്താണ്? 3 പേരും ഇങ്ങനെ മെഡിക്കൽ ഫീൽഡിൽ ഡോക്ടർമാരായതുകൊണ്ട് അവൾക്ക് സ്വാഭാവികമായിട്ടും തന്നെ വന്നു. ആദ്യം അവൾ ഹ്യൂമാനിറ്റീസ് എടുത്ത് പഠിക്കണം എന്നാണ് കരുതിയത്. പക്ഷേ കഴിഞ്ഞ വർഷം നമ്മൾ 2023 3ാമത്തെ അവൾക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടിയോടുകൂടി അവളുടെ ഡ്രീം ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജാണ്. മെഡിക്കൽ കോളേജിൽ പഠിക്കണം തന്നെയാണ് അവളുടെ ആഗ്രഹം. അപ്പോൾ അതിന് നമ്മളെ കഴിയുന്ന സഹായം എന്നുള്ളവർക്ക് പാല ബ്രില്യൻറ്റിൻ്റെ ട്യൂഷൻ സെൻ്ററിലും പിന്നെ അടുത്ത് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യം വന്നാൽ പാലയിൽ പോയിട്ട് റിപ്പീറ്റ് ചെയ്യുക. ഇത് മാത്രമേ നമ്മുടെ മുന്നിലൊരു ഏക ചോയ്സ് ഉള്ളൂ. മറ്റൊന്നിനെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നേ ഇല്ല. അപ്പോൾ 3 പേരുടെ അതേ പാതയിലൂടെ തന്നെ മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് 4ാമത്തെ ആൾ ഇരിക്കുന്നത്. തീർച്ചയായിട്ടും. ഇങ്ങനെ അവൾക്ക് ഈ 3 പേരും കണ്ടോടുകൂടി ഇപ്പോൾ അവൾക്കും വലിയൊരു വാശിയായി മാറിക്കാൻ അവളെപ്പോലെ തന്നെ ആവണം എന്നുള്ളത്. അതിന് നമ്മൾ മറ്റൊരു ചോയ്സ് നമ്മുടെ മുന്നിൽ വന്നതേ ഇല്ല. പിന്നെ പാല ബ്രില്യൻ്റ് മുന്നിലുണ്ടാകുമ്പോൾ അവൾക്കും ആഗ്രഹം തന്നെ പാലയിൽ തന്നെ പഠിക്കണം എന്നുള്ളതാണ്. അപ്പോൾ പാലയിൽ പഠിക്കുക എന്നുള്ളപ്പോൾ കുട്ടികളുടെ ഡ്രീമായി മാറിയ ഒരു അവസ്ഥയിലേക്കാണ്. കാരണം റിസൾട്ടുകളുടെ പെരുമഴയാണ് പാല ബ്രില്യൻ്റിന് ഈ വർഷം. അങ്ങനെ തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും 2026 നീറ്റ് എഴുതുമ്പോൾ മകളും പാല ബ്രില്യൻ്റിൽ തന്നെ ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. അപ്പോൾ ഒരു പേരൻറ്റ് എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ രക്ഷിതാവ് എന്നുള്ള നിലയിൽ താങ്കൾക്കിപ്പോൾ ഉണ്ടാകുന്ന ഒരു ആത്മാഭിമാനം ഉണ്ടല്ലോ, ശരിക്കും അതൊന്ന് പറയാമോ? അതായത് ഒരു രക്ഷിതാവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അഭിമാനം എന്ന് പറഞ്ഞാൽ സ്വന്തം മക്കൾ ഇങ്ങനത്തെ ഒരു ഉയർന്ന നിലയിലുള്ള നല്ലൊരു പ്രൊഫഷണൽ കോളേജുകളിൽ പഠിക്കുക എന്നുള്ളതാണ്. അത് ഏറ്റവും ലക്ഷ്യം നമ്മളതെന്ന് പറഞ്ഞാൽ ഒരു എല്ലാ മക്കളും ഡോക്ടേഴ്സായി കാണുന്നത് വളരെ അപൂർവമാണ്. കാരണം എൻ്റെ നാട്ടിൽ തന്നെ ഇല്ലയെന്ന് പറയാം. ഒരു വീട്ടിൽ നിന്ന് 3 ഡോക്ടർമാരുള്ള വീട് നമ്മളെ ചുറ്റുവട്ടത്ത് തന്നെ ഇല്ലയെന്ന് പറയാം. അതിൻ്റെ ഒരു അഭിമാനം കൂടി എനിക്കുണ്ട്. അഭിമാനമല്ല, തെല്ലൊരു അഹങ്കാരം കൂടിയുണ്ട്. കാരണം ബ്രില്യൻറ്റിലാണ് 3 പേരും പഠിക്കുന്നത് ഞാൻ എപ്പോഴും പറയാറുണ്ട്. പലരും പല ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റി പല അഭിപ്രായം പറയും. പക്ഷേ ബ്രില്യൻറ്റിനെ പറ്റി പറയുമ്പോൾ എനിക്ക് 1000 നാവാണ്. മാത്രമല്ല ശിവസാറ് ഞാൻ ഇവിടെ വെച്ച് നേരിട്ട് കാണാനായി. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ശിവസാറ് കൂടെ നിങ്ങളുടെ ഒരു സെൽഫി എടുക്കുക എന്നുള്ളത്. അതും ഇന്നിവിടെ സാധ്യമായി. ശിവസാറ് ഞാൻ വന്ന ഉടനെ തന്നെ ഞാൻ കണ്ടു. കാരണം ശിവസാറ് നമ്മളൊരു ഫാമിലി മെമ്പർ പോലെയാണ്. അപ്പോൾ കുട്ടികൾക്ക് എപ്പോഴും പിന്നെ പാലയെക്കുറിച്ച് പറയുമ്പോൾ ശിവൻ സാറെ കുറിച്ച് പറയും. മാത്രമല്ല അവിടുത്തെ ഡയറക്ടേഴ്സിനെ കുറിച്ചും മറ്റുമൊക്കെ അവർക്കൊരു ഹോംലി ഫീലാണ് പാലയിൽ ഏത് സെൻറ്ററിൽ പോയാലും ഉണ്ടാവുക. അവർക്ക് പിന്നെ ഹോസ്റ്റലുകളൊക്കെ എന്ന് പറഞ്ഞാൽ അടിപൊളി ഹോസ്റ്റലുകളാണ് അവർക്ക് കിട്ടിയത്. അപ്പോൾ മകളിപ്പോൾ കോട്ടക്കലാണ് പിന്നെ ട്യൂഷൻ ചേർന്നതെങ്കിലും അവിടെ ഞാൻ റിപ്പീറ്റിന് തീർച്ചയായിട്ടും പാല മുത്തോളിയിൽ തന്നെയാണ് ഞാൻ അയക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ചേട്ടനുള്ള അതേപോലെ തന്നെ അഭിമാനത്തിൽ തന്നെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. കാരണം ഇവിടെ എത്തുമ്പോൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച കുട്ടികൾ ഇങ്ങനെ അവരുടെ പേരൻ്റായിട്ട് വന്ന് നിൽക്കുന്നു. അപ്പോൾ എല്ലാവരും അവിടെ പഠിച്ചവരാണ്, എല്ലാവരും അവരുടെ സ്വപ്നം നേടിയെടുത്തവരാണ് എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചും ഭയങ്കര ആത്മവിശ്വാസവും കോൺഫിഡൻസും ഒക്കെ തരുന്ന കാര്യമാണ്. അപ്പോൾ മോളോട് ഞങ്ങളുടെ അന്വേഷണം പറയുക. തീർച്ചയായിട്ടും അവിടുന്ന് ക്ലാസ് കഴിഞ്ഞ ഉടനെ ആദ്യം ചോദിക്കുക ഈ മെഡലും സർട്ടിഫിക്കറ്റ് ആയിരിക്കും എന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം അവൾ പാലയുടെ പിന്നെ കോട്ടക്കൽ അവിടെ സെൻറ്ററിൽ പഠിക്കുകയാണ്. അതുകൊണ്ടാണ് അവർക്ക് വരാൻ പറ്റാഞ്ഞത്. പിന്നെ അവൾ ക്ലാസ് ഒഴിവായി കണ്ട് ഇങ്ങനത്തെ ഇതൊന്നും അവർ ചെയ്യാറില്ല. അത് മറ്റുള്ള 3 പേരെയും കാര്യം കണ്ട് അവൾ അങ്ങനെ പഠിച്ചു പോയതാണ്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.